ദൈവനാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴമേറിയ അനുഭവങ്ങളും പ്രാപിക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം കണ്ട് സന്തോഷിക്കുന്ന നിലയിൽ ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ ആലോചനയാൽ നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന, ദൈവത്തിൻ്റെ ആലോചനയാൽ വാഗ്ദത്തങ്ങളെ പ്രാപിക്കുവാനുള്ള വിശ്വാസവും പ്രത്യാശയും തരുന്ന കർത്താവിനെ മഹത്വപ്പെടുത്തുക. യേശുവിൻ്റെ നാമത്തിൽ വചനം കേൾക്കുന്ന ദൈവമക്കൾക്ക് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. 3-ാം സങ്കീർത്തനം 3-ാം വാക്യം: നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ മഹത്വവും എൻ്റെ തല ഉയർത്തുന്നവനും ആകുന്നു. സങ്കീർത്തനക്കാരനായ ദാവീദ് തൻ്റെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുടെ വാക്കുകൾ ഈ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്ത് നമ്മോട് ആഴമായി ഇടപെടുന്ന ചില ദൂതുകൾ. ദാവീദ് മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടതിന് ശേഷം തൻ്റെ പ്രത്യാശയുടെ വാക്കുകൾ പുറപ്പെടുവിക്കുകയാണ്. മറ്റുള്ളവർ പറയുന്നത് രക്ഷയില്ല, വിടുതലില്ല, ഒരു നന്മയില്ല, മറുപടിയില്ല, ഉത്തരമില്ല, അനുഗ്രഹമില്ല. ഇപ്രകാരം മനസ്സ് തളർത്തുന്ന, മനസ്സ് നിരാശപ്പെടുത്തുന്ന വാക്കുകൾ മറ്റുള്ളവർ പറയുന്നത് ദാവീദ് കേട്ടു. അതിനുശേഷം ദാവീദ് പാദപീഠത്തിലിരുന്ന് പുറപ്പെടുവിക്കുന്ന വാക്കുകളാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഹൃദയം ക്ഷീണിക്കുന്ന അനുഭവമുണ്ടോ? മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ജീവിതത്തിൽ പ്രത്യാശ നഷ്ടപ്പെടുത്തുന്ന തലങ്ങളുണ്ടോ? മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഹൃദയം തളർന്നു പോകുന്ന ജീവിതങ്ങളുണ്ടോ? ദാവീദിനെ പോലെ നീ എൻ്റെ തല ഉയർത്തുന്നവനാണ്, നീ എൻ്റെ തല ഉയർത്തുന്നവനാണ്. എത്ര പ്രത്യാശയാ, എത്ര പ്രതീക്ഷയാ! ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴം എത്ര വലുതാ ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ജീവിതത്തിൻ്റെ സാഹചര്യം ഏതെങ്കിലും മേഖലകളിലേക്ക് തല കുനിയുന്ന ഒരനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഒരു ജോലി ഇല്ലാത്തത് നിമിത്തം, നല്ലൊരു ശമ്പളം ഇല്ലാത്തത് നിമിത്തം, ഒരു സ്വന്തമായ ഭവനം ഇല്ലാത്തത് നിമിത്തം, ജീവിതത്തിൽ ഇങ്ങനെ കുടുംബത്തിൻ്റെ ജീവിത സാഹചര്യങ്ങളും ചാർച്ചക്കാരുടെ നടുവിൽ ദൈവത്തിൻ്റെ പൈതലേ ഇപ്രകാരം തല കുനിഞ്ഞു പോകുന്നൊരനുഭവമുണ്ടോ? എവിടെയാ നിന്ദിക്കപ്പെടുന്നത്? ദേശത്തൂടെ നടന്നു പോകുമ്പോൾ തന്നെ പരിഹാസ വിഷയമാണോ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത് ഇപ്രകാരം തല കുനിഞ്ഞു പോകുന്ന ജീവിതങ്ങളാണോ? പരിശുദ്ധാത്മാവ് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദാവീദിൻ്റെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ട ആഴമായ പ്രത്യാശയുടെ വാക്കുകൾ പോലെ ദൈവത്തിൻ്റെ പൈതലേ, ദൈവത്തിൻ്റെ ദൂതെന്താ? ദൈവത്തിൻ്റെ ആലോചന എന്താ? ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്താ? ദൈവം എന്നെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതാ എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുന്നു എന്ന ആഴമായൊരു വിശ്വാസം, ആഴമായൊരു പ്രത്യാശയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിളിച്ചു പറയട്ടെ, നീ എൻ്റെ തല ഉയർത്തുന്ന ദൈവമാ. പ്രത്യാശ കൈവിടരുത്, പ്രതീക്ഷ കൈവിടരുത്. ആദ്യം നല്ലൊരു വിശ്വാസമുണ്ടായിരുന്നു, ഉറപ്പുണ്ടായിരുന്നു. എന്ന വിഷയത്തിന് താമസം നേരിടുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ പൈതലേ, ആ പ്രതീക്ഷയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക, പ്രത്യാശയ്ക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുക. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് ഹൃദയം ക്ഷീണിച്ചിരിക്കുന്നു, തളർന്നിരിക്കുന്ന പകൽ ദൈവത്തിൻ്റെ ദൂത്, ഇന്ന് കർത്താവിൻ്റെ ശബ്ദം ഏറ്റെടുക്കട്ടെ. നീ എൻ്റെ തല ഉയർത്തുന്ന ദൈവമാണ്. ദൈവം തല ഉയർത്തുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഏത് കാര്യത്തിലാ തല കുനിക്കുന്നത്? ആ വിഷയത്തിന്മേൽ ദൈവം വിടുതൽ തന്ന്, ആ വിഷയത്തിന്മേൽ കർത്താവ് ഉത്തരം തന്ന്, ആ വിഷയത്തിൽ ദൈവം മറുപടി അയച്ച് തല ഉയർത്താൻ പോവുക. ആ നിലയിൽ ഒരനുഗ്രഹമുണ്ട്, ആ നിലയിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുണ്ട്. പരിശുദ്ധാത്മാവ് ജീവിതങ്ങളോട് ആഴമായി ദൂത് വെളിപ്പെടുത്തുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തവും ദൈവത്തിൻ്റെ ആലോചനയും. ദൈവം എൻ്റെ തല ഉയർത്തുന്ന ദൈവ. എവിടെ കുനിഞ്ഞോ അവിടെ തന്നെ ദൈവൻ്റെ തല ഉയർത്തും. ആ
മേഖലകൾ ദൈവത്തിൻ്റെ പൈതലെ വിടുതലാക്കുന്ന ദൈവ പദ്ധതി കണ്ട് സന്തോഷിക്കാൻ പോകുന്നു. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ജനത്തെ സഹായിക്കണം. അവരുടെ അവസ്ഥയിൽ സാഹചര്യങ്ങളുടെ മേൽ കർത്താവെ വേഗത്തിലൊരു വിടുതൽ. അപ്പോൾ ഇന്ന് നിന്ദിക്കുന്ന ആ സാഹചര്യത്തിന് നടുവിൽ തല ഉയർത്തുന്ന ദൈവികമായ പദ്ധതികൾ, തല ഉയർത്തുന്ന ദൈവത്തിൻ്റെ ഉത്തരങ്ങൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ ദൈവം നിവൃത്തിയാക്കി കൊടുക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതലിറങ്ങട്ടെ, ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവിക മഹത്വം ഇറങ്ങട്ടെ, പരിശുദ്ധാത്മ വിഷയങ്ങളെ തൊടട്ടെ, സ്വർഗമൊന്ന് തൊടട്ടെ. അതുപോലൊരു അനുഗ്രഹം കർത്താവ് ഇന്ന് കൽപ്പിക്കുവാൻ പ്രാർത്ഥിക്കുക. ഒരു ദൈവിക വിടുതൽ ഈ വചനത്തിലൂടെ കർത്താവ് പ്രത്യാശ വർദ്ധിക്കട്ടെ, പ്രതീക്ഷ വർദ്ധിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുവാനുള്ള ആഴമായ പ്രത്യാശയും ആഴമായൊരു വിശ്വാസം ഇന്ന് ദൈവം പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിൽ പകരുവാൻ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി സ്തോത്രം, സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.